സമീപകാലത്തെ ഏറ്റവും ജനപ്രീതി നേടുന്ന ചിത്രമായി മാറുകയാണ് മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തുടരും. ഈ മാസം 25-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഗംഭീര വിജയം നേടുമെന്ന് പ്രേക്ഷകർ തീരെഴുതി നൽകിയിരുന്നു. അത് അന്വർത്ഥമാകും വിധം തന്നെയാണ് ഇന്ന് ചിത്രം കുതിച്ചു പായുന്നതും. വെറും 6 ദിവസം കൊണ്ട് ചിത്രം ആഗോളതലത്തിൽ നിന്ന് 100 കോടിയാണ് നേടിയിരിക്കുന്നത്. ആർക്കും നെഗറ്റീവായി ഒരു റിവ്യൂ പറയാൻ പറ്റാത്ത വിധം മനോഹരമായി തന്നെ തരുൺമൂർത്തി ചിത്രം പകർത്തിയെടുത്തിരിക്കുകയാണ്. അതിനിടയിലും ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം, ഒരു മാസത്തിനുള്ളിൽ 100 കോടി ക്ലബിൽ മോഹൻലാലിൻ്റെതായി എത്തിയിട്ടുള്ളത് 2 ചിത്രങ്ങളാണ് എന്നതാണ്. ഒരു മലയാള സിനിമയ്ക്കും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരങ്ങളിലേക്കാണ് എമ്പുരാൻ കുതിച്ചു കയറിയത്. 2025-ൽ ഏറ്റവും മികച്ച കളക്ഷനാണ് എമ്പുരാൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. എമ്പുരാന്റെ ലൈഫ് ടൈം ഗ്ലോബൽ ഗ്രോസ് 260 കോടി രൂപയ്ക്ക് പുറത്തു പോയിരുന്നു. വിക്കി കൗശലിന്റെ ചാവയായിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇതിനു മുൻപ് ഇത്രയും വലിയ കളക്ഷൻ നേടി വിജയിച്ച ചിത്രം. റെക്കോർഡ് കളക്ഷനിട്ട ചിത്രം ലോകത്താകമാനം 3-ാം സ്ഥാനത്താണ് എത്തിയത്. മാർച്ച് 27-നാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയത്. എമ്പുരാന്റെ അത്രയും പ്രീ റിലീസ് ഹൈപ്പോടെ അല്ല എത്തിയത് എങ്കിൽ പോലും അതിനേക്കാളേറെ മൗത്ത് പബ്ലിസിറ്റി തുടരുമെന്ന ചിത്രം നേടി. മികച്ച പ്രതികരണങ്ങൾ എത്തിയതിന് പിന്നാലെ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് കുതിച്ചു പായുകയാണ്. വരും ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. തമിഴ്നാട്ടിലടക്കം മോഹൻലാൽ ചിത്രം പ്രദർശനം തുടരുകയാണ്. ദൃശ്യം എന്ന കുടുംബ ചിത്രത്തിന് ശേഷം മോഹൻലാൽ സാധാരണക്കാരനായി എത്തുന്ന ചിത്രമെന്ന വിശേഷണത്തോടെയാണ് തുടരും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും മലയാളത്തിൽ ഒരു താരത്തിനും ലഭിക്കാത്ത നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നത്. മോഹൻലാലിന്റെ 100 കോടി ക്ലബിലെത്തുന്ന 4ാമത്തെ ചിത്രമാണ് തുടരും. മലയാള സിനിമയെ സംബന്ധിച്ച് 100 കോടി ക്ലബിലെത്തുന്ന 11ാം ചിത്രവും. മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബ്ബ് തുറക്കുന്നതും മോഹൻലാൽ തന്നെയായിരുന്നു. വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകനിലൂടെയായിരുന്നു ആ നേട്ടം. പിന്നീട് ലൂസിഫർ, അതിന്റെ തന്നെ സീക്വലായ എമ്പുരാൻ എന്നിവയും 100 കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു. കളക്ഷനിൽ 48 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബ്ബിൽ ചെന്നെത്തിയ ഏക മലയാള സിനിമ എന്ന ചരിത്രം ഇന്ന് എമ്പുരാന്റെ പേരിലാണ്. വെറും 2 ദിവസം കൊണ്ട് ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കിയ ഇതര ഭാഷാ ചിത്രങ്ങളുടെ പട്ടികയിൽ ബാഹുബലി 2, KGF 2, പുഷ്പ 2 എന്നിവ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാഹുബലിയുടെ 1-ാം ഭാഗം 511.35 കോടി കളക്ഷൻ നേടിയപ്പോൾ 2-ാം ഭാഗമാകട്ടെ 2400 കോടിയാണ് നേടിയത്. അങ്ങനെ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ എമ്പുരാൻ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ സ്വീകാര്യത നേടി മുന്നേറിയപ്പോൾ തുടരുമെന്ന ചിത്രവും അതിന് പിന്നാലെ പായുകയാണ്. ആക്ഷൻ മൂവിയായ എമ്പുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നുവരവിൽ ആരാധകർ ഏറെ സംതൃപ്തരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എമ്പുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത്. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നു എന്ന പ്രത്യേകതയും തുടരുമെന്ന ചിത്രത്തിനുണ്ട്. രജപുത്രയുടെ ബാനറിൽ M. രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഗംഭീര വിജയം നേടിയ എമ്പുരാൻ വിജയകരമായ പ്രദർശനത്തിന് ശേഷം OTT പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഏവരും കാത്തിരിക്കുന്നത് OTT-യിലേക്ക് എത്തുന്നതിന് മുൻപ് തുടരുമെന്ന ചിത്രം എത്ര കോടി നേടുമെന്നാണ്. ജിയോ ഹോട്ട്സ്റ്റാർ റെക്കോർഡ് തുകയ്ക്ക് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു.